SRR തിരിച്ചു വന്നു. SRR തിരിച്ചു വന്നോ? SRR തിരിച്ചു വന്നോ? ആ ചിലപ്പോ അവര് സംസാരിച്ച് തീരുമാനമൊക്കെ മാറ്റി കാണും കേട്ടാ. ഏപ്രിൽ ഫുൾ. ഈ മാസം ഒരു തെണ്ടിയെ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയല്ലോ ദൈവമേ. ഇത് തീരുമോ ഈ മാസം? ഒന്ന് ഏപ്രിൽ ഒന്ന് തീരാവോ? ഒന്ന് തീർക്കാവോ ഇത്? എന്ത് പോക്കരത്തിനെ പറഞ്ഞാലേ ഏപ്രിൽ ഫുൾ. മനുഷ്യന്റെ ഈ മാസം എത്ര പെട്ടെന്ന് തീർന്നെങ്കിൽ. SRR ന്യൂ ഗ്യാങ്ങായി വരുന്ന. ഓ അങ്ങനെയാണോ? ന്യൂ ഗ്യാങ് എന്ന് പറഞ്ഞാൽ പേരൊക്കെ ഇട്ടോ? ഗെയിം റേഷ്യോ മാറ്റി. ഇന്നും LX വന്നില്ല കേട്ടാ. ഇന്നും LX വന്നില്ല നമുക്ക്. Z30 അത് നമ്മുടെ ഇവന്റെ വണ്ടി ഉണ്ടാക്കുന്ന ആൾക്കാരല്ലേ? അത് നമ്മുടെ വണ്ടിയൊക്കെ പണിതവന്മാരല്ലേ? അത് Z3. ആ ശരി അത് Z3 ആണല്ലേ? ആ ഓക്കെ. എന്താ വണ്ടി ഇങ്ങനെ പോണേ? ആ ഫേസ്ബുക്ക് ബാലൻ അപ്ഡേറ്റ് ഏകദേശം തീരമായി. ചാർജ് ഇട്ടേക്കുക. ഇപ്പൊ തീരും. അപ്ഡേറ്റ് ആയി കഴിയും. പെട്ടെന്ന് വരും. ഞാൻ റേഡിയോക്കകത്ത് കയറട്ടെ. റേഡിയോക്കകത്ത് LX ഉണ്ടെങ്കിൽ ഞാനിപ്പോ ഈ ലൈവ് നിർത്തുവേ. TVS ആബു ബ്രഹ്മചാരി കീരി. ഓക്കെ, പേരിൽ അതിട്ടുണ്ട്. സാധാരണ പെണ്ണുപിടിയന്മാർക്കെല്ലാം ഒരു പെണ്ണുപോലും കിട്ടാതിരിക്കുന്ന സീസണിൽ ഇടുന്ന പേരാണ് ഈ ബ്രഹ്മചാരി എന്നും സിഗ്മ എന്നും ആൽഫ എന്നും ബീറ്റ എന്നും ഒക്കെ ഇടുന്നത്. മനസ്സിലായ? ബ്രഹ്മചാരി എന്ന് അത് മലയാളത്തിലാക്കി. ഇതിനകത്ത് ആരാണ് ആദ്യം എന്നെ വിളിച്ച് റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്ക് മെസ്ബോയി നിനക്കൊരു മുട്ടായി മേടിച്ചു തരാട്ടാ. വലുതെന്തേലും ഓഫർ ചെയ്തിരുന്ന പുഴുത്തേനെ കേട്ടോ. നീ ബ്രഹ്മചാരി അല്ലടാ, നിനക്ക് എന്തിനാ മുട്ടായി? ഇല്ല, ഇത് അങ്ങനത്തെ മുട്ടായി അല്ല, ഇത് വേറെ മുട്ടായിയാ. ഹലോ ഇവിടെ വിഷമം പറയുന്നത് അന്ന് വന്നേ പിന്നെ അണ്ണനെ കാണാനില്ല പറഞ്ഞു. ഒരു മിനിറ്റ് ഗോഡ് മെസ്സേജ്. ഒരു സെക്കൻഡ്. 10 സെക്കൻഡ് നമുക്ക് സമയമുള്ളൂ. ജോക്കിയുടെ നമ്പർ എത്തി. ഹലോ. Hey God. What's up man? എന്തുണ്ട് വിശേഷം? Where are you brother? നമ്മൾ ഒരു മലയിടിക്കൽ ഞാനും പരിവാസി സാശാനും അപ്പാപ്പനും പിന്നെ വേറെ ഏതോ ഒരുത്തനുമായിട്ട് വണ്ടി ഓടിച്ച് വീണ അപ്പാപ്പൻ ചാത്ത് പോയി. Wow, nice, so cool, yeah. What are you doing man? ഞാൻ ലൊക്കേഷൻ പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരാം. അതിന് മുമ്പ് എനിക്ക് ഒരാളെ ജസ്റ്റ് മീറ്റ് ചെയ്തിട്ട് വന്നാൽ മതി. ജോക്കി ആരെ മീറ്റ് ചെയ്യുന്നത്? ഞാൻ അറിയാതെ. ഷോക്കി, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ മെഷീനറീസ് എലി കരണ്ടു ഇലക്ട്രീഷ്യനെ കൊണ്ടുപോകണം. അവനൊരു $500 അവനെ ഏൽപ്പിക്കണം. അങ്ങോട്ട് വരണം. അത്രേ ഉള്ളൂ. Okay, how much minutes you will take? How many minutes? Maximum 10 minutes. Oh, okay, Vasu. Okay. I'll once you're done, ask me for the location. Okay, I'll share. Okay. Yeah, sure. Sure, man. Okay, bye. ഞാനേ 2-3 ദിവസമായിട്ട് ഇവരുടെ കൂടെ നടന്നിട്ട് ഞാൻ തന്നെ എനിക്ക് വയസ്സായതുപോലെ തോന്നുന്നു. അത് നോർമലി പ്രായമായി എന്നാലും. ഹലോ പറയടാ, നീ എന്താ പറഞ്ഞേ? വിഷമം പറയായിരുന്നു. ഇപ്പൊ അണ്ണനോട് സ്നേഹമൊന്നുമില്ല, അണ്ണന് അന്ന് വന്നതിന് ശേഷം മൈൻഡൊന്നുമില്ല എന്നൊക്കെ പറയുന്ന. എടാ ഞാനൊരു കാര്യം പറയട്ടെ. ഇവൾ എന്തിന്റെ ആവശ്യത്തിനാണ് ജോക്കിയുടെ മറ്റേ PA ഒക്കെ ആവാൻ നടന്നത്? അതല്ലേ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേ? ഞാൻ വന്ന് രണ്ടൊക്കെ പറഞ്ഞാലും ഇവിടെ നീ എവിടെ നിൽക്കണം? മുതുക്കിന്ന് അവളെ പൊക്കിയെടുത്തിട്ടെ മുതുക്കിന്റെ ലെഫ്റ്റിലോട്ടുള്ള ബീച്ചിന്റെ അങ്ങേ അറ്റം ഇല്ലേ പാലത്തിന്റെ അവിടെ? അവിടെ ഇന്ന് 2-1 തീരുമാനിച്ചിട്ടേ ഉള്ളേ. ഒരു പെണ്ണിന്റെ കരച്ചിൽ നിന്ന് നിങ്ങൾ കാണേണ്ടി വരും.
ആ ശാപം ഒന്നും പറഞ്ഞ എന്നെ ആരും പേടിപ്പിക്കണ്ട. നമ്മൾ ഒരുപാട് പെണ്ണുങ്ങൾ കണ്ണീരൊക്കെ കണ്ടിട്ടുള്ളതാണ്, മനസ്സിലായ? ഇന്ന് ഞാൻ രണ്ടിലൊന്ന് ഞാൻ തീരുമാനിച്ചിട്ടേ ഉള്ളൂ. ഇന്ന് അതെന്താ പോയത്? ആ വണ്ടിയാണ്. ഇപ്പൊ അടുത്ത പ്രശ്നമായിപ്പോ ഞാൻ കണ്ടുപോലെടാ. ഞാൻ പെട്ടെന്ന് എന്തോ പാസ് ചെയ്ത് പോയത് പോലെ കേട്ടോ. ഏപ്രിൽ ഫുൾ. അതും ഏപ്രിൽ ഫുൾ ആണോ? വണ്ടി പോയില്ല, അങ്ങനെ ഒരു വണ്ടി പോയിട്ടില്ല. എന്താണ് പറഞ്ഞേ? കലിപ്പിന് ഓൺ പോണെന്ന്. നീയൊക്കെ എന്റെ ശരിക്കുള്ള കലിപ്പ് കണ്ടിട്ടില്ലെന്ന് കണ്ടോ? അണ്ണാ പുള്ളി ഒന്ന് കാണാൻ പോകണ്ടേ? 30-70 നല്ല പരിചയമുള്ള അണ്ണാ. മാമന്റെ അച്ഛൻ സിറ്റിയിൽ വന്നു, പുള്ളി ഒന്ന് കാണാം. ഹലോ, മാമനോട് സംസാരിച്ചിരിക്കായിരുന്നു. പറഞ്ഞോ, എവിടെയാ? ഞാനിപ്പോ വരാൻ വേക്കണം. അപ്പൊ ഞാൻ ഒരു മീറ്റിംഗ് 10 മിനിറ്റ് സമയം തന്നാൽ ഞാൻ ഇത് തീർത്തിട്ട് അങ്ങോട്ട് ഉടനെ വരാം. മാമന്റെ അച്ഛൻ പെട്ടെന്ന് വന്നതാണ് പുള്ളി സിറ്റിയിൽ. ആ ഓക്കെ 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 ഓക്കെ. ഞാൻ ഓക്കെ ശരി. എടാ സിറ്റിയിൽ പുതിയ കൊച്ചു വന്നു, നിരുപമ. നീ എന്താ വിചാരിച്ചത് പരിന്തോസിനെ പറ്റി? സിറ്റിയിലെ എല്ലാ പെൺപിള്ളേരുടെ പുറകിൽ ഇങ്ങനെ പുറകെ നടക്കുന്ന ഒരുത്തനാണെന്നാണ് നീ വിചാരിച്ചത് പരിന്തോസിനെ പറ്റി? സിറ്റിയില് പുതിയ പെണ്ണോ? എനിക്കെന്ത് വേണം അതിന്? എനിക്കെന്താ വേണ്ടേ? അങ്ങനെയൊക്കെ കണ്ടുപിടിച്ച് പോയാൽ മെറ്റേന്ന് വിളിക്കൂലേ? എവിടെങ്കിലും കാണുമ്പോ സംസാരിക്കാം. സിറ്റിക്ക് നമ്മൾ എവിടെ വെച്ച് കാണാം, എന്നാലും സംസാരിക്കാം. ഇങ്ങനെയൊക്കെ ചെന്നാൽ മെറ്റേന്ന് വിളിച്ച് കളിയാക്കും നമ്മളെ. ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോണു പാർട്ട് ടൈം ആയിട്ട്. ഇനി ഈ സിറ്റിയിൽ പെണ്ണ് കിട്ടണമെങ്കിലല്ലോ നമുക്ക് ഒരു കുറച്ച് പെണ്ണുങ്ങളെ സെറ്റ് ചെയ്യണമെങ്കിൽ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇനി ഇവിടുത്തെ അപ്പാപ്പനോട് പറഞ്ഞിട്ട് പാർട്ട് ടൈം ആയിട്ട് ഒരു അഡ്മിൻ ആവണം. എന്നിട്ട് ഈ പുതിയ ആൾക്കാർ എയർപോർട്ടിൽ വന്നിറങ്ങൂലേ, അവിടെ രാവിലെ തൊട്ട് ഇതാ ഇങ്ങനെ ഇരിക്കണം, ഇങ്ങനെ നിൽക്കണം. ഇങ്ങനെ രാവിലെ തൊട്ട് ആരൊക്കെ പുതുതായിട്ട് വരുന്ന ആളുകളെ പറഞ്ഞു വിടുക, ഈ മൈൻഡ് പോലും ചെയ്യാതെ പറഞ്ഞു വിടുക. പെണ്ണിന്റെ പെണ്ണിട്ട് ആര് വരുന്നോ അവിടെ നിന്ന് സംസാരിക്കുക. അതേ ഉള്ളൂ ഓപ്ഷൻ. കാരണം സിറ്റിയിൽ ഒരാൾ കാലുകുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വളയ്ക്കാൻ നിൽക്കുന്ന TV-യിലവന്മാരാണ്, മനസ്സിലായോ? ഈ TV-യില് 10-35 പേരുടെ കണ്ണില് പെടാതെ ഒരു പെങ്കൊച്ച് പുറത്തിറങ്ങിയാലാണ് പുറത്തൊരാളായിട്ട് അവർ കമ്മിറ്റഡ് ആവുന്നത്. ഒരുത്തിനൊക്കെ 2 എണ്ണത്തിന് ഇടത്തും വലത്തും വെച്ചാണ് കൊണ്ടു കിടക്കണത്. പിന്നെ എങ്ങനെ സിറ്റിയിൽ ബാക്കിയുള്ളവർക്ക് പെണ്ണ് കിട്ടുമെന്ന് നിങ്ങളൊന്ന് പറഞ്ഞേ. എടാ മോബി എവിടെ? ബാംഗ്ലൂർ സെയിം പരിപാടി തന്നെ മെസ്സേജ് പോയി നിനക്ക് ഇവിടെ. ഏത് പാലമാണ്? നമ്മൾ അന്ന് വന്ന പാലല്ലേ? എടാ നിങ്ങള് കറക്റ്റ് 8206 ആണോ? ഞാൻ ആ പാലത്തിലാ. 8206 ആണോ? അല്ല 8206. നിങ്ങൾ എവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞേ? കാർണിവലിൽ എവിടെയാണോ നിൽക്കുന്നേ? ആ എന്നാ അങ്ങോട്ട് വരാം. എടാ അന്നല്ലടാ, അടുത്ത പാലം അവിടെ അല്ലേ? ഞാൻ പാലത്തിന്റെ അടിയിലുണ്ടല്ലോ. ഹലോ ഇറങ്ങാൻ പറ്റും. എന്താ പരിപാടി? പരിപാടി ഒന്നുമില്ല കോച്ച്, ഞാനിവിടെ ജസ്റ്റ് ഒന്ന് സംസാരിക്കാൻ വന്നതാണ്. കുറച്ച് കാര്യം പറയണ്ടായിരുന്നേ. ചാറ്റിൽ വെറുതെ ഇതാ വരുത്തോട്ടെ. ഇന്ന് നിങ്ങളൊരു കൊച്ചിനെ കണ്ണീര് കാണേണ്ട വരും. പക്ഷെ എന്റെ അടുത്ത്
എന്റെ അടുത്ത് എടാ ഞാൻ കുറച്ച് റൂഡായിരിക്കുവേ. ഞാൻ വിളിക്കണം ഇപ്പോഴേ വിളിക്കണം. വിളിച്ചോ ഇങ്ങോട്ട് വിളിച്ചോ. ശിവന്റെ മോളെ ഇവറ്റ പോളാ ഇതെന്താ കോച്ച്? നിങ്ങൾക്കൊക്കെ MS ഉണ്ടോ? പിങ് ഉണ്ടോ നിങ്ങൾക്കൊക്കെ? 350. എന്താ ഹലോ ബ്രോ. ഹലോ ഹലോ. ബ്രോ എന്താ ബ്രോ? എന്താ ബ്രോ? എന്റെ പേര് കാർട്ടർ. ഞാൻ കനേഡിയൻ വന്നേ. ഓക്കെ. ജോൺ കാർട്ടർ. ഇതല്ലേ അത് ശിവന്റെ മോളെ ഒരേ നിമിഷം ഇവിടെ വാ. ഒന്ന് വരുമോ? വാസു, പറഞ്ഞോ കോച്ച്. ഒരു നിമിഷം ഇവിടെ വായേ. ഈ പെണ്ണ് കിട്ടാത്ത ആളെ കൊണ്ട് വയസ്സാം കാലത്ത്. കോച്ച് എനിക്ക് ഒന്ന് சொல்லணும். ഇത് ഞാൻ സൊല്ലിയാവണം. അതാണോ? സത്യമായിട്ട് സീരിയസ്ലി എന്ത് ദർശനം എടുത്തോ? ദർശനം ഇല്ലല്ല. പിന്നെ இல்ல ஒரு பொண்ணு பார்த்தேன்டா. அவ கண்ணை பார்த்தேன். കണ്ണം പാത്ത്. ஆனா அவ என் கூட இருக்கும்போது அவ்வளோ சில் ப்ரீஸ் இருக்குடா. ஓகே அவ என்ன சொல்றது வர പേരെന്താ അവളുടെ? இல்ல இப்போதைக்கு பேர் പറയില്ല. பேர் ஐல ஐ இருக்கு அത്ര ഉള്ളൂ. ഐയിൽ ആരംഭിക്കുവോ? ஐல ஆரம்பிக்கல பட் ஐ അത് വായിന്ന് വീണ് പോയിട്ടോ ഓൾറെഡി. இல்ல விழுந்துട്ടില്ല. സരളയാണോ? இல்லடா எവിടെ சரளால ஐ எங்கடா இருக்கு? സരള ഇല്ല. അയ്യോ ഗൈസ് അത് പറഞ്ഞപ്പോഴാ അവളുടെ അച്ഛൻ മരിച്ചു പോയേട്ടാ. ഗൈസ് അവളുടെ അച്ഛൻ മരിച്ചുപോയി. ഇന്നാണ് മരിച്ചു. ഇന്നലെ രാത്രിയിലാന്ന് തോന്നുന്നു. ഇന്നലെ രാത്രി മരിച്ചുപോയി. അല്ല കോച്ച് ഞാനത് ഇവിടെ പറയായിരുന്നു. ഓസി പറയായിരുന്നു. സരളയുടെ അച്ഛൻ മരിച്ചുപോയി. ഓ അറിയാം പറഞ്ഞോണ്ടിരിക്കുന്നു. അപ്പൊ ഒരാള് പോയതിന്റെ പുറകിൽ ഉടനെ അടുത്തത് വേണം. കഴപ്പല്ലേ ഇതൊക്കെ നമ്മുടെ നാട്ടില് കഴപ്പെന്ന് പറയാം. എനിക്ക് കൊച്ചുണ്ടല്ലോ കൊച്ചു, എനിക്കൊക്കെ എന്റെ ഏറ്റവും ലാസ്റ്റിലത്തെ പ്രണയം എന്ന് പറഞ്ഞ സൂസനായിരുന്നു. അത് കഴിഞ്ഞ് എന്തോ 10 പേരുണ്ടല്ലോ ഇപ്പൊ. 10 പേരോ കോച്ച്? ഞാൻ ഒരു ആത്മാർത്ഥ പ്രണയത്തിന് ശേഷം ഞാൻ ഇതുവരെ അങ്ങനെ വെളിയിൽ ഒരാളുടെ പോലും പോയിട്ടില്ല. മനസ്സിലായ? എനിക്ക് ആത്മാന്റെ പ്രണയം ഇന്നും വന്നിട്ടില്ല. ഇതാ മുതൽ നിனைக்கிறേ. മനസ്സിലായ? ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളെ വളയ്ക്കുമ്പോഴും ഇങ്ങനെയല്ലേ പറയുന്നേ? ജോക്കി മെറ്റ അടിച്ചു വരുമെന്നോ? എന്താടാ നിനക്കൊക്കെ എന്താ പ്രശ്നം? എടാ ഈ ഫണ്ണാർപ്പിക്കൊക്കെ അങ്ങനെ ചെയ്യുന്നതിന് എന്ത് അങ്ങനെ ചെയ്താലും ഇപ്പൊ എന്താ ഫണ്ണാർപ്പിയിലൊക്കെ? എക്സ്ക്യൂസ് മീ. മറിച്ച് വന്നല്ലോ. ഹലോ. എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞോ. ഒരു മിനിറ്റ്, ജോക്കി വിളിക്കുന്നു. എനിക്ക് ഇമ്പോർട്ടന്റ് അതാണ്. ഒരു സെക്കൻഡ്. ഹലോ. എവിടാ മോനെ? ജോക്കി ബിസിനസിന്റെ തിരക്കിലുമാണോ? ജോക്കി ഇലക്ട്രീഷ്യനെ കാണാൻ വന്നപ്പോ പുള്ളി പ്ലംബറിന്റെ വേഷം ഇട്ടിട്ട് പുള്ളി അങ്ങോട്ട് പോയി. പുള്ളി ഇനി തിരിച്ചു വന്ന് ഇലക്ട്രീഷ്യന്റെ വേഷം തിരിച്ചിടുന്ന വരെ ഞാൻ വെയിറ്റ് ചെയ്യണം. പുള്ളി ഇപ്പൊ എവിടെയോ പ്ലംബിംഗ് പഠിത്തം നടന്നുകൊണ്ടിരിക്കണം. ഇതെല്ലാം ഒറ്റ റോൾ ഒരാൾ തന്നെയാണ് ചെയ്യണേ. മോൻ മറ്റേ പടത്തിലൊന്നും അഭിനയിക്കാൻ പോയില്ലല്ലോ അല്ലേ? ഇല്ല പടത്തിലൊന്നും അഭിനയിക്കാൻ പോയിട്ടില്ല. ശരിക്കുള്ള പ്ലംബർ ഇലക്ട്രീഷ്യൻ തന്നെ. അതെ. എപ്പോഴത്തേക്ക് ഫ്രീ ആവും? പുള്ളി മൾട്ടി ടാസ്കിങ് ചെയ്യുന്ന ആളാണ്. അല്ല നീ എപ്പോ ഫ്രീ ആവുന്ന ഞാൻ ചോദിച്ചേ. ഞാൻ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ ഫ്രീ ആവും. ഒരു 5 മിനിറ്റ് മാക്സിമം. പൈസ കൊടുക്കേണ്ട താമസം. വിളിക്കണം കേട്ടോ. ഞാൻ ഒരു പെണ്ണിനെ കണ്ടില്ല. മോബി ഒന്ന് പറഞ്ഞോട്ടെ. മോബി ഒന്ന് ഹലോ. നിനക്ക് പ്രൈവസി നീ ബ്രഹ്മചാരി പറഞ്ഞിട്ട് പെണ്ണുങ്ങൾ നടക്കണത് വരവെന്നാളാ. രണ്ടുപേരുടെ വരവേണ
ഇവിടെ ഇവന്റെ ലക്ഷ്മിക്കുട്ടിയുടെ പേരില് ബ്രഹ്മചാരി നിന്നിട്ട് കിടന്ന് പൊളക്കണം അതിന്റെ ഇടക്ക് കിടന്ന്. ഹലോ പറഞ്ഞു. അല്ല വസണെന്താ വാസുവിനത് ഇന്നത്തെ ദേഷ്യം എന്ത്? ഇത്തിരി ടഫാണേ. എനിക്കെന്തൊരു ദേഷ്യം. കുട്ടിയല്ലേ ഇവിടെ ജോലിക്കും അതിനൊക്കെ വേണ്ടിട്ട് എല്ലാവരുടെ അടുത്തും പോയത്. ജോക്കിയൊക്കെ എടുത്ത് മുമ്പില് എന്നെ ഒരുമാതിരി നാണം കെടുത്തിയത് ആരാണ്? കുഞ്ഞാണാ? ഞാൻ നാണം കെടുത്തില്ലല്ലോ. ഞാൻ- എന്നെ ജോക്കിയോട് വിളിച്ചിട്ട് എന്നോട് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഓ ജോക്കി അങ്ങോട്ട് വിളിച്ച് ചോദിച്ചല്ലേ, അല്ലാതെ നീ പട്ടറിയാന്ന് പറഞ്ഞോണ്ടല്ലേ. അല്ല ബില്ല് വന്നിട്ട് പറഞ്ഞു ജോലിക്ക് പകല് മൊത്തം ലിപ്സ്റ്റിക് ഇട്ട് നടന്നിട്ട് വൈകുന്നേരം ആവുമ്പോ കപ്പലണ്ടി കച്ചവടം എന്ന് വരെ പറഞ്ഞിട്ടല്ലേ അങ്ങനെ നിന്നെ വിളിച്ചത്. മീൻ കച്ചവടം. അങ്ങനെ എന്തെങ്കിലും ഇതായി പോട്ടെ എന്ന് വിചാരിച്ചാണ് വിളിച്ചത്. അല്ലാതെ പുള്ളി അങ്ങനെ ഒരാളെ പി എ ആക്കത്തില്ല, പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ. അല്ല എന്നെ പി ആക്കുമല്ലോ അല്ലല്ലോ. പി എ ആക്കൂലായിരുന്നോ? അല്ല ആക്കൂല. ഞാൻ പറഞ്ഞത് എന്തായാലും ആക്കിയേനെ. ഞാൻ പക്ഷെ ഇനി പറയത്തില്ല, ഒരിക്കലും ഇനി ഞാൻ പറയത്തില്ല. ഇല്ല എനിക്ക് വാസവണ്ണന്റെ പി എനിക്ക് പി എ ഒന്നും വേണ്ട, എനിക്ക് എന്റെ കാര്യങ്ങൾ സ്വന്തമായിട്ട് നോക്കാൻ അറിയാം. അതെ അതെ. എന്നാ വേണ്ട, എന്നാ എനിക്ക് പി എ വേണ്ട. പിന്നെ എന്താ വേണ്ടത്? എനിക്കെന്താ വേണ്ട. ആ അതൊക്കെ ആദ്യമേ പറഞ്ഞാ പോരെ, എന്ത് വളച്ചു കിട്ടണ എന്തിന്? കേൾക്കുമ്പോ ആൾക്കാർ വേറെ എന്തെങ്കിലുമൊക്കെ വിചാരിക്കും. എനിക്ക് ജീവിക്കേണ്ടതല്ലേ ഇവിടെ. ജീവിക്കണം. ഇതിപ്പോ എവിടെ പോയാലും എല്ലാരും എന്റെ അടുത്ത് ഇങ്ങനെ, മോബി നീ ഇത് കേക്കണം കേട്ടാ മോബി. ഇപ്പൊ എനിക്ക് വേറൊരു പെങ്കൊച്ചിനോട് മിണ്ടാൻ പറ്റത്തില്ല, ഒരു ബിസിനസ് ഡീല് സംസാരിക്കാൻ പറ്റത്തില്ല. മിസ്റ്റർ എക്സിൽ ഒരു മിസ്റ്റർ എക്സ് അതാര്? ഹലോ ഹലോ കേക്കാം കേട്ടോ. അതാര്? ഇടയ്ക്കിടയ്ക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഏജന്റ് നമ്മുടെ ഏജന്റ്. ആ എടാ ഞാനിപ്പോ വേറെ കാര്യം പറയാം. നമുക്കൊരു ബിസിനസ് ഡീലായിട്ട് ഞാനൊരു പെണ്ണിന്റെ അടുത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ എന്നെ കാണുമ്പോഴത്തേന് ഇങ്ങനെ തൊലിക്കും. അപ്പൊ ഞാൻ ചോദിക്കും എന്തു പറ്റി? ഞാൻ ഓർത്ത് നോർമലി ചിരിക്കണതാണോ? അല്ല റിലേഷൻഷിപ്പിലൊക്കെ ആയല്ലേ. അപ്പോഴെല്ലാണോ ഇത് തന്നെയാണ് കേട്ടോ, എല്ലാണോ ഇത് തന്നെ. എന്നാ നമുക്ക് എടാ ഇത് കേൾക്കുന്നോണ്ട് നമുക്ക് പ്രശ്നമില്ല. എന്നാ ഈ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ടോ? ഇല്ല. പക്ഷെ റിലേഷൻഷിപ്പിലാണെന്നുള്ള പേര് നാട് മൊത്തം. ജീവിക്കേണ്ട ഗതികേട് നമുക്കുണ്ടോ? ഇല്ല. ഇങ്ങനെ ചൂടാവണ്ട, നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കല്ലോ. ഒരു മിനിറ്റ്. മറ്റുള്ളവളെയാണ് ഒഴിവാക്കേണ്ടത്, അവളാണ് വിഷം. പിന്നെ ഹലോ भाईजान मैं आपको मैसेज किया। ബായിജാൻ മെസ്സേജ് അയക്കുന്ന സമയത്ത് ഞാൻ അന്നേരം തന്നെ തിരിച്ചു വിളിക്കണമെന്നുണ്ടോ ബായിജാൻ? എനിക്കും തിരക്കുകളില്ലേ. ഞാൻ എന്റെ കുടുംബ പ്രശ്നം സംസാരിച്ചോണ്ടിരിക്കല്ലേ ബായിജാനോടെ. ഓ പീഡി, ഞാൻ പീഡിയിലുള്ള മറ്റേ ഭരചന്ദ്രന്റെ മൂത്ത അളിയാണല്ലോ. എന്റെ പെങ്ങളാണ് ഭരചന്ദ്രൻ കെട്ടിയിരിക്കണത്. ഒരു കാര്യം കാണിക്കാൻ. എന്ത് കാര്യം? അണ്ണാ ജോലി കിട്ടേ. ജോലി കിട്ടിയാ? ആ വീഡിയോ കോൾ ചെയ്യാൻ തന്നെ നോക്കട്ടെ. എന്ത് ജോലിയാ നിനക്ക് കിട്ടിയാ നോക്കട്ടെ. നിന്നെ കാണുന്നില്ലല്ലോ. അണ്ണനെ കാണുന്നില്ല. അണ്ണാ ഞാൻ അങ്ങോട്ട് വിളിക്കട്ടെ. ആ വിളി 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 വിളി. ആ ഹലോ അണ്ണാ കാണാമോ? നിന്നെ കാണുന്നില്ല. അണ്ണാ मैं एक फोटो भेजेगा वो चेक करेगा अभी. എന്താ? ना ഇപ്പോ ഒരു ഫോട്ടോ അയക്കാം, ചെക്ക് കരോ. ആ ഓക്കേ. ചക്കര അയക്ക് എന്തെങ്കിലും വിചാരിക്കും, പിടിച്ച് തട്ടിയല്ലോ. വെള്ളത്തിൽ മുക്കിയല്ലേ? വീഡിയോ കോൾ ബഗ്ഗാണ് ഇവിടെ.
ഞാൻ ഇങ്ങനെ ആരെയും വിളിക്കോളൂ ഇവിടെ ഓരോരുത്തർ നടക്കുന്ന നിനക്ക് നന്നായിട്ട് അറിയാലോ, നീ വൈകിട്ട് ഗതയൊക്കെ കാണിച്ച് വിളിക്കണതല്ലേ ഗീരി. ഇത് work ചെയ്യണോ ഇവിടുത്തെ? വർഗീയല്ല അതെയോ ആ, പറയടാ. കോളേജ് എടാ ഞാനൊരു അത്യാവശ്യം ഒരു ബിസിനസ് ഡീലിൽ നിൽക്കുമായിരുന്നു. ഞാൻ ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് സമയം തരും എനിക്ക്. 5 മിനിറ്റ്. എന്തോടെ കേട്ടില്ല? അതാ പറഞ്ഞ 5 മിനിറ്റ് സമയം തന്നത്. 5 മിനിറ്റ്. നിന്റെ ബാഗൊക്കെ കഴിഞ്ഞാ? എടാ, നിനക്ക് ബുദ്ധി ഇല്ലടാ. നിനക്ക് പാലത്തിന്റെ അടിയിലെന്ന് പറഞ്ഞ അവന്മാരിപ്പൊ കെട്ടിയിടുന്നത് ഇങ്ങോട്ട് വരൂലേ? ഞാൻ പറഞ്ഞില്ലേ സിമ്പിൾ തിരിച്ചിട്ടില്ലേ? എടാ ഇവൻ പോലീസുകാരായോ? പറഞ്ഞായിരുന്നു കാണാൻ പള്ളി സാർ സുഖല്ലേ? ഇല്ല നമ്മള് ആ ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഡ്രസ്സിലുള്ള ഒരാളെ ഇടപെടാന്ന് വിളിക്കൂല. അതാ ഞാൻ ഡ്രസ്സിന് കൊടുക്കുന്ന റെസ്പെക്ട്. നമ്മൾ കൊറേ നാളായി കണ്ടിട്ട്. നമുക്ക് കാണാം. ഞാനങ്ങനെ PD സൈഡിലേക്ക് ഞാൻ വരാറില്ല. PD കാരണം കള്ളന്മാരുടെ ഏരിയ ആയതുകൊണ്ട് ഇതുവരെ എനിക്ക് അങ്ങോട്ട് വരേണ്ട ആവശ്യം വന്നിട്ടില്ല. വേറെ ആർക്കെങ്കിലും ഒക്കെ വേണ്ടി എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ പലവട്ടം PDയിൽ വന്നിട്ടുള്ളതല്ലാതെ പരിന്തുവാസത്തിന് ഒരു കേസില്ല. അങ്ങനെയല്ല, നമ്മൾ ഫ്രണ്ട്ലി സംസാരിക്കാൻ. ഞാൻ ഉറപ്പായിട്ട് അങ്ങോട്ട് വരാം. ഉറപ്പായിട്ട് അങ്ങോട്ട് വരാം. ഇതൊന്ന് ഡീൽ ചെയ്തിട്ട് വരാം. വരാം. ഓക്കെ. ഓഫീസറുടെ പേരെന്തായിരുന്നു? പോലീസിൽ കയറിയാലേ ഇവനൊക്കെ കള്ളനെന്നും കള്ളം തന്നെ. ഇവന്തൊരു വീട്ടിൽ വിളിക്കുന്നത്? ആ സാർ, ഹലോ. പീറ്റർ പാർക്കർ. ഓക്കെ പീറ്റർ പാർക്കർ. ഓക്കെ. പുതിയ ആളായി. അതെ അതെ അതെ. ശരി. ആ ഹലോ. എനിക്കിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ പല കോളുകളും വരും. ഇതൊക്കെ എന്റെ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളും കോളുകളും ഒക്കെയാണ്. എനിക്ക് അതൊക്കെയാണ് ഇമ്പോർട്ടൻസ്. മനസ്സിലായ? ചിലപ്പോ നിൽക്കുന്ന ഇപ്പൊ ജോക്കി വിളിക്കും. എനിക്കപ്പൊ അങ്ങോട്ട് പോകേണ്ടി വരും. ചിലപ്പോ നിൽക്കുന്ന ഇപ്പൊ എന്റെ ബോബോയ് വിളിക്കും. എന്ത് പറഞ്ഞു കഴിഞ്ഞു? ആരോടാ? ജോക്കി വിളിക്കുന്നു. 1 മിനിറ്റ് കുറച്ച് നേരമില്ല. ഹലോ എടാ എവിടാ? ജോക്കി, ഞാൻ അവിടെ കാശ് തന്നിട്ട് വരുന്ന വഴിക്ക് നമ്മുടെ ബോബോയ്ക്ക് എന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞ്. അപ്പൊ ബോബോയുടെ അടുത്തോട്ട് പൊക്കോണ്ടിരിക്കുക. ബോബോയുടെ അടുത്തോട്ട് സംസാരിച്ചിട്ട് അങ്ങോട്ട് വന്നാൽ മതിയോ അതോ ജോക്കിയുടെ അടുത്തോട്ട് വന്ന് വിളിച്ചോണ്ട് വന്ന് ബോബോയുടെ കൂടെ ഒരുമിച്ചിട്ട് സംസാരിച്ചിട്ട് നമ്മൾ മറ്റേ കാര്യങ്ങളൊക്കെ ഒരുമിച്ച് സംസാരിച്ച് ഡീൽ ചെയ്ത് പോകണോ? അല്ലല്ല, ഒരു ബോബോയെ കണ്ടിട്ട് വരാന്നോ? ബോബോയ് എവിടെ നിൽക്കുന്നേ? ബോബോയ് എവിടെയാണെന്ന് റേഡിയോ ചോദിക്കണം. ചോദിക്ക്. ഒരു മിനിറ്റ്. ബോബോയ് എവിടെയാ നിക്കുന്നേ? പലേറ്റോ പാലം. ഓക്കെ, എന്നാ ഞാൻ പലേറ്റോ പാലത്തിന്റെ അവിടെ വരാം. ശരി. ഓക്കെ. രണ്ടു മണ്ടന്മാരാട്ടാ. രണ്ടുപേരും വിളിക്കൂല. ബ്രഹ്മചാരി. ആ, നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? ജോക്കിയാണ്. ജോക്കി വീണ്ടും കോൾ വിളിച്ചതാണ്. എനിക്ക് ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ്. കുട്ടി, എന്റെ ജീവിതം ഇങ്ങനെയാണ്, മനസ്സിലായ? ഞാൻ ഇങ്ങനെയാണ് പണ്ട് തൊട്ട് ജീവിക്കുന്നത്. ഈ കാര്യങ്ങളൊന്നും ആക്സെപ്റ്റ് ചെയ്ത് എന്റെ കൂടെ ജീവിക്കാൻ ഒരാൾക്കും പറ്റത്തില്ലായിരുന്നു, മനസ്സിലായി? അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഇപ്പോഴും സിംഗിൾ ആയിട്ട് നടക്കുന്നത്. എനിക്ക് ഇപ്പോഴും ഇവന്മാരെയൊക്കെ ഇങ്ങനെ നോക്കി നടത്തണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളിൽ ഞാൻ ബിസി ആൻഡ് എൻഗേജഡ് ആണ്. എനിക്ക് എന്റെ ഗ്യാങ് ആണ് ഫസ്റ്റ് പ്രയോറിറ്റി. എന്റെ ബിസിനസ് ആണ് എന്റെ സെക്കൻഡ് പ്രയോറിറ്റി. അതിന്റെ എല്ലാം മുകളിൽ എനിക്ക് ജോക്കിയാണ് എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി. ഏത് ഫ്രണ്ട്? ഓ അങ്ങനെ. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ. ആദ്യം ജോക്കി അല്ല, ആദ്യം ജീവിയെ, അത് കഴിഞ്ഞ ജോക്കി, അത് കഴിഞ്ഞ എന്റെ പിള്ളേര്, അത് കഴിഞ്ഞ എനിക്ക് എന്റെ മീനുകുട്ടിയാണ് വലുത്. അതും കഴിഞ്ഞിട്ടുള്ള എനിക്ക് എന്റെ ഫ്രണ്ട്സ് ഒക്കെ. വിലയൊന്നുമില്ല. ആരോട് ഫ്രണ്ട്? എന്താ കേട്ടില്ല?
ഞാനൊരു ഗദ്ഗതം പറഞ്ഞു. ആ ഓക്കെ. പിന്നെ വേറൊരു കാര്യം ഉണ്ടല്ലോ, എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യം പറയട്ടെ. നമുക്ക് എന്തെങ്കിലും പറയുന്ന സമയത്തുണ്ടല്ലോ മറ്റേ കാലൊക്കെ ഇട്ട് വരച്ച് ചീണിങ് അത് പിന്നെ എനിക്കത് കേൾക്കുമ്പോഴേ ചെകുത്തുകൾ വരും. എന്തേലും ഉണ്ടെങ്കിൽ നേരെ നോക്കി പറയണം. അത് അങ്ങനത്തെ ആൾക്കാരാണ് എനിക്ക് ഇഷ്ടം, മനസ്സിലായ? മുഖത്തൊരുക്കി പറയണല്ലേ? അതെ, എനിക്ക് അങ്ങനത്തെ ആൾക്കാരാണ് ഇഷ്ടം. അല്ലാതെ ഈ പറയണത് പോലെ ഇങ്ങനെ വാളഞ്ഞ് മൂക്കെ പിടിച്ച് ഇങ്ങനെ എഴയണ ആൾക്കാരെ ഒന്നും എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ താല്പര്യമില്ല. വണ്ടി റെഡി അല്ലേ? ചെറുതാ. ആരും റെഡി റെഡി റെഡി. അങ്ങനല്ല, ഞാൻ മൊത്തത്തിൽ എല്ലാരും ഉദ്ദേശിച്ചാ പറഞ്ഞ. ഞാൻ അങ്ങനത്തെ ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാറുള്ളൂ, ഞാൻ അങ്ങനത്തെ ആൾക്കാരെ ഇടപഴകാറുള്ളൂ. അങ്ങനെയാണ് എല്ലായിടത്തും. ഇപ്പൊ എക്സാമ്പിൾ കാണിച്ചു തരാം. എടാ ബസ് പോയി ചോറ് കഴിച്ചോളാ. ഇല്ല കണ്ടോ, സ്ട്രേറ്റ് ഫോർവേഡ് മറുപടി. ഞാൻ ഫുഡ് കഴിച്ചടാ. എന്നോട് ചോദിച്ചിട്ടില്ല. അല്ല നീ ഇങ്ങോട്ട് വന്നേടാ. പറഞ്ഞല്ലോ നമ്മള് മറ്റവളെ അതിന്റെ ഇടയ്ക്ക് കൂടെ ഗോൾ അടിക്കണം. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല. എനിക്ക് അവളെ ഒട്ടും അവളെ എനിക്ക് ഒട്ടും അങ്ങോട്ട് പിടിക്കണല്ല. എനിക്ക് തല്ലമ്പാ നീ ആ പെണ്ണിനെ நீ சொல்லு யாரு மட்டும் പറയണ്ട. നമ്മളെങ്ങനെങ്കിലും ഓരോന്നൊക്കെ സെറ്റ് ചെയ്ത് വരുമ്പോഴേ ലോല ഇറ ഇറ ഇറ. ആലിസ് എന്താണ് ആലിസിനെ ഇങ്ങോട്ട് വന്നൊരു കാര്യം പറയാം. ഹലോ ക്ലാസ് ബ്രഹ്മചാരി എടാ അതിനെ കൊന്നു. ഞാനല്ല കോച്ചാണ്. കോച്ച് നിങ്ങൾക്ക് എന്താ കോച്ച്? ഹലോ 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 ഞാൻ കണ്ണൻ സ്രാങ്കാണ്. ആരാണ്? ഹലോ കണ്ണൻ സ്രാങ്ക്. കണ്ണൻ സ്രാങ്കോ? ആ എന്താ കണ്ണൻ സ്രാങ്ക്? നിങ്ങള് നാട്ടിലുണ്ടോ? ഇവിടെ നാട്ടിലുണ്ടോന്നോ? സിറ്റിയിലുണ്ടോ? ആരാ പിന്നെ സംസാരിക്കുന്നേ? അതല്ല, ഇവിടെ ഈ സിറ്റി മുതുക്ക് സിറ്റിയിലെ മുതുക് സിറ്റിയിലില്ല. എന്റെ മകളെ നിങ്ങള് പ്രപ്പോസ് ചെയ്തെന്നൊക്കെ ഞാൻ കേട്ടപ്പോ നിങ്ങളൊന്ന് കാണാമെന്ന് വിചാരിച്ചു. ഞാൻ ഒരു അർജന്റ് സിറ്റുവേഷനിലാണ്. ഒരു മിനിറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. എടാ ഏതെങ്കിലും ഒരു വണ്ടി എടുത്ത് മേലോട്ട് കൊണ്ട് തന്നേടാ. എന്റെ ഹലോ തോട്ടിക്കാറ മര്യാദയ്ക്ക് താഴെ കിട്ടുക. പാലത്തിന്റെ അടി. ഞാൻ പാലത്തിന്റെ അടി നിൽക്കും. പാലത്തിന്റെ അടിയിലോ ജോക്കി? ഞാൻ ഇവിടെ റിപ്പയറിന്റെ മുതുക്കില്. എടാ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ പാലത്തിന്റെ അടിയിൽ ഒരു സാധനം 8,200. നീ എവിടെ വാ? നീ എവിടാണിത്? ഞാൻ മുതുക്കില് റിപ്പയർ നിൽക്കുക. മുതുക്കിന്റെ റിപ്പയറൊക്കെ ഞാൻ കണ്ടായിരുന്നു കേട്ടോ. നീ 8,200 വാഴ. നീ ജോക്കി കോള് കട്ട് ചെയ്യണം. ഞാൻ എന്താ ഇവിടെ മുതുക്കില് റിപ്പയർ നിൽക്കുക. ജോക്കി ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ ഞാൻ തല അറുത്തിടും. അല്ല നീ റിപ്പയർ കഴിഞ്ഞിട്ട് 8,200 വരാൻ താഴെ. എവിടെ 8,200 മറ്റേ കൊറേ മരങ്ങൾ ഇരിക്കുന്ന കൊറേ പാല് വലിയ 8,200. ഓക്കെ ഈ ഗ്യാങ്ങിൽ തിരിച്ചു പോയ അവന്മാരെല്ലാം ഒന്ന് വിളിക്കണേ. മെസ് ബോയ്, കോച്ച്. കോച്ചല്ല, കാമക്കുടിക്കേണ്ടി പിടിച്ചു കേട്ടാ. എന്ത് പറയും? ഹലോ പാലത്തിന്റെ അടിയിലോട്ട് വിളിച്ചു നോക്കി. എല്ലാരും ഒന്ന് വന്നേ. ജോക്കി എവിടെ? ഹലോ
നിങ്ങൾ വെടിവെക്കാൻ തോക്കിന്റെ വെടി വെച്ച് വെടിവെക്കാനല്ല നിങ്ങളെ ഗ്യാങ് എടുത്തേ. നിങ്ങൾ എന്തോ പിന്നെ പെമ്പിളാറുടെ കിടന്ന് വഴുതി കളിക്കുന്ന എന്തോ? நான் மட்டும் இல்ல എന്താ നമസ്കാരം നമസ്കാരം ജോക്കി നമസ്കാരം. ഇവിടെ എന്താ പാലത്തിന്റെ അടിയിൽ എന്താ പരിപാടി? പാലത്തിന്റെ അടി കുട്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറേ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താണ് അടുത്ത് കണ്ണാപ്പിയും നമ്മുടെ ടീം കണ്ണാപ്പിയും ബോബോയും നമ്മുടെ മാമനൊക്കെയാണ് നമ്മുടെ ടീം. അതിശക്തിയായി ഗ്യാങ്ങിൽ ഇത്രയും എംബോക്കികൾ പാലത്തിന്റെ അടിയിൽ പെൺപിള്ളാരുമായി നിന്ന് ഉത്സുന്നു എന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ പറഞ്ഞില്ല നാറി പൊഴുത്തിരിക്കുന്ന മുഖം നോക്കി നോക്കിയടാ. ജോക്കി ഏപ്രിൽ 1-ാം തീയതി ജോക്കി നമുക്ക് വരാൻ പറ്റിയില്ലല്ലോ, അതുകൊണ്ടല്ലേ നമ്മൾ ഇങ്ങോട്ട് ആക്കിയത്. വാണത്തലയന്മാരെ മാമ കണ്ണാപ്പി അയ്യേടാ കണ്ണാമ്പി നീ നിങ്ങളത് പെട്ടുപോലോ. അയ്യേ അതുകൊണ്ടല്ലേ ജോക്കി അതുകൊണ്ടല്ലേ നമുക്ക് ജോക്കിക്ക് അറിയാവുന്ന പെൺകുട്ടികളെ മാത്രം വിളിച്ചതാ. ജോക്കി മറ്റേ PA ആയിട്ട് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി വിളിച്ച ആ കൊച്ചിനെ വിളിച്ചു. പിന്നെ അങ്ങനെ നമ്മുടെ ഈ ഇതിനകത്തുള്ള അതായത് ഇവന്മാരുടെ ഒക്കെ ഭാര്യ പെണ്ണുള്ള അതെന്തിനാ നമുക്ക് ആരുമില്ല എന്ന് പറയുന്നേ? അതെന്തിനാ നമുക്ക് കുട്ടി അഭിനയിക്കാൻ വന്നിട്ട് കത്ത് കിടക്കണം. എല്ലാരും പോയി ഇവിടെ വെച്ചിട്ട് ഇവിടെ മുണ്ടിട്ട് മറിക്കാറ് നിനക്ക് ഞാൻ തരാ വേണം, നിനക്ക് ഞാൻ തരാം. നിനക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അത് കേൾക്കാൻ വേണ്ടി ഞാൻ ഓടി പലേറ്റലോട്ട് വരുന്ന സമയത്താണ് ഇത് സംഭവിക്കണം. നമ്മൾ ഡൈവേർട്ട് ചെയ്തില്ലേ വിജയതാ. ഈ നിനക്കൊക്കെ ഈ പാര വെക്കുന്നതിനുള്ളത് ഞാൻ തരുവേ. എടാ എന്റെ കറണ്ട് പോയി കേട്ടോ. അന്നേരം പക്ഷെ നമ്മുടെ ഗ്യാങ്ങിലുണ്ടല്ലോ 4 പേരുണ്ടല്ലോ. ഈ 4 പേര് കണ്ണാപ്പി മാമൻ ബോബോയ് ഗ്യാങ്ങിനെ ഞാൻ എന്താണത് ആരടുത്ത് സംസാരിക്കണേ? എടാ ഈ SRK കണ്ണാപ്പി ബോബോയ് ഇവരൊക്കെ ഉണ്ടല്ലോ ഗ്യാങ്ങിന് വേണ്ടി അഹോരാത്രം നല്ലത് മാത്രം വരണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നവരാ. അല്ലെങ്കിൽ ഗ്യാങ്ങിൽ ഇത്ര വേട്ടാവളിയന്മാരെ പെൺപിള്ളാരോട് ഇത്ര ഒരു കീഴിരിക്കുന്ന സമയത്ത് എന്നെ വിളിച്ച് അറിയിക്കാൻ തോന്നുന്നു. ஜோக்கி உங்களுக்கு ஒரு பொண்ணு தானே கூப்பிட்டு போனா? ജോക്കി ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഇങ്ങനെ നടന്നിട്ട് പഞ്ചാമൃതം പട്ടത്തിയുടെ തമ്മിൽ തിരിച്ചറിയാതായ? അല്ലല്ല ഞാൻ പറയാണ്, ഞാൻ ഇപ്പൊ ഗ്യാങ്ങിൽ ആര് നല്ലത് ചെയ്താലും കഴിഞ്ഞാലും നമ്മളത് അപ്രീഷിയേറ്റ് ചെയ്യണമല്ലോ വാസു. എന്റെ പൊന്ന് ജോക്കി ഞാൻ ഒരു കാര്യം പറയട്ടെ, ദേ വലത്ത് നിന്ന് ഒന്നാമത്തെ ഈ പച്ചമുടി ഇട്ടത് ഇന്നേ വരെ ഒരു ഉപകാരം ഈ ഗ്യാങ്ങിനുണ്ടായിട്ടില്ല. അടിയും വഴക്കും പെണ്ണ് പിടിയും എല്ലാം ആയിട്ട് നടക്കണം. പിന്നെ രണ്ടാമത്തെ ഇവന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത പോലത്തെ ബോന്തയും TV കയറുന്നതിന് മുമ്പ് 50,000 മറ്റേ വിഷമ വീഡിയോയോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ റിക്രൂട്ട് ചെയ്തതിനു ശേഷം ഗ്യാങ്ങിലും കണ്ടിട്ടില്ല, വെളിയിലും കണ്ടിട്ടില്ല. പിന്നെ അടുത്ത് വരണം എല്ലാ ആഴ്ചയിലും മിനിമം 3 കമ്പാക്ക് പുള്ളിയുടെ ഒരു പോളിസിയാണ്. ജന്മനാ തൊട്ടേ പുള്ളിക്ക് കമ്പാക്ക് അടിക്കുന്നതിൽ ഭയങ്കര കാര്യമാണ്. ആൻഡ് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പൈസ മുടക്കി ഒരു RP വരെ തന്നിട്ടാണ് റഷ്യക്ക് പോയത്. നേരെ തിരിച്ചു പോയത്. പിന്നെ വന്ന് സീറ്റ് ചെയ്താൽ ഇവിടെ വന്നു. ഇപ്പൊ പുള്ളി പറയണത് ഇപ്പൊ ഇവിടെ വീണ്ടും അപ്പഴേ പറഞ്ഞേ വാസു അത്രയും ക്ലീൻ ആണ്, ഒരു പരിപാടിക്ക് ബോറിംഗ് RP. നിന്നെ ആരെങ്കിലും പിടിച്ചിങ്ങനെ കെട്ടി ഇങ്ങനെ ഇട്ടേക്കുന്നോ എക്സിറ്റ് അടിച്ച്. പിന്നെ ഏറ്റവും അവസാനത്തെ ജോക്കി പറ്റപ്പുള്ളി ആരേണ്ട തള്ളക്ക് വിളിച്ച് 14 ദിവസത്തെ ബാനും കിട്ടി.
ആ വാസു മോനെ ഇങ്ങോട്ടൊന്ന് വന്നോളൂ ഇങ്ങോട്ടൊന്ന് വന്നോളൂ. എല്ലാവർക്കും സുഖം. പാവേ ആ അതെ 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 ആ ഞാനേ ഒരു കാര്യം പറയട്ടെ. നീ ഞരമ്പേ ഓടുന്ന സമയത്ത് ഞാൻ വരമ്പേ ഓടി തുടങ്ങിയതാ. അത് അങ്ങനെ അല്ലല്ലോ. നീ വരമ്പി തൂർന്ന സമയത്ത് ഞാൻ പാളം തൂർ തുടങ്ങി അങ്ങനെ എന്തല്ലേ? അത് ഞാൻ അന്ന് മോഡിഫൈ ചെയ്ത് ഞാൻ ഇങ്ങനെ പറയുന്നതാ. നീ ഇടയ്ക്കേറി പറയാ. അപ്പം മോനെ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ പരിപാടിയൊക്കെ കൊള്ളാം, ഈ പുറത്തുള്ള സെറ്റപ്പ് ഒക്കെ കൊള്ളാം. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിച്ചെന്ന് വെച്ചാൽ വിശ്വസിച്ചില്ല. പക്ഷെ നിന്നെ കുറിച്ചൊരു അപവാദം പറഞ്ഞ സമയത്ത് ഞാൻ അത് പറഞ്ഞു. വാസു അങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല. ജോക്കിക്ക് ഇപ്പോഴും ഏപ്രിൽ ഫുൾ ആണെന്ന് വിശ്വാസമായില്ല. മോനെ നീ പറഞ്ഞ പിന്നെ ഞാൻ വിശ്വസിക്കായിരിക്കുമോ? ഞാൻ എടുത്ത് വളർത്തിയല്ലേ നിന്നെ. ജോക്കിയുടെ കയ്യില് കത്തി എന്തെങ്കിലും ഉണ്ടോ? കുത്താനാണോ മോനെ? അല്ലല്ല ജോക്കിയുടെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ മുറിയുന്ന എന്തെങ്കിലും ആയുധങ്ങളുണ്ടോ? മുറിയുന്ന തോക്കുണ്ട്. തോക്ക് വെച്ച് പറ്റുമെന്ന് അറിയില്ല, എന്നാലും ജോക്കി ട്രൈ ചെയ്ത് നോക്ക്. എന്റെ ഈ നെഞ്ചിന്റെ സൈഡ് നോക്കി വെടി വെക്ക് ജോക്കി. എന്നിട്ട് അത് പൊളത്തി നോക്കാൻ പറ്റുമെങ്കിൽ ജോക്കി നോക്ക്. അതിനകത്ത് ഇപ്പഴും ജോക്കിയെ കാണാം. ഇപ്പഴും ജോക്കിയെ കാണാം അതിനകത്ത്. വലത്തെ സൈഡ് നോക്കണം, ഇടത്തെ നോക്കരുത്. അല്ലേ എടാ ഞാനൊരു കാര്യം പറയട്ടെ. മോനെ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ? നീ ഞാൻ കാര്യം നീ കൊറേ നാളായിട്ട് സിറ്റിക്കകത്ത് ഈ ദർശന എന്ന് പറഞ്ഞിട്ട് എന്ത് വാറിന് പോന്നു? അല്ലല്ല ഞാൻ എപ്പോഴും എന്തിനും റെഡിയാക്കി ജോക്കി, ഗ്യാങ്ങിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിട്ട്. ഏതൊരു സെക്കൻഡ് മോനെ ഞാൻ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മോനെ ആരെയും ഇഷ്ടമാണ്? ഇല്ല ജോക്കി, ഇല്ല ആരുമില്ല. ഇല്ലല്ലോ, ഉറപ്പല്ലേ? ഇല്ല നടത്തി തരാന്ന് പറഞ്ഞിട്ട് ഏപ്രിൽ ഫുൾ എന്ന് പറഞ്ഞ വായ തുപ്പി തരാനാ. പറയടാ കുട്ടാ അങ്ങോട്ട്. പറ ജോക്കി. ഇല്ല എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടമില്ല, അങ്ങനെ ഒരു ഇഷ്ടമേ അല്ല. അങ്ങനെ എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ പറയത്തില്ലേ ജോക്കി എടുത്ത്. അത്രേ ഉള്ളൂ. നമുക്ക് അങ്ങോട്ട് പരിപാടിയല്ലോ ഉണ്ട്. ഇത് പരിപാടിയൊന്നുമില്ല. പരിപാടിയൊന്നുമില്ല. ഇല്ലല്ല വേറെ ഒരു പരിപാടിയില്ല. ആ ദർശനം കൊണ്ടിട്ടേ നമുക്ക് മറ്റേ മലയുടെ മോളി വരുന്ന പോയ. അയ്യോ ദർശനോട് മലയാളം മുകളിൽ പോകുന്നതിന് മുമ്പ് അവന്മാർക്ക് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു, കണ്ണാപ്പിക്കും മാമനും. അത് കഴിഞ്ഞിട്ട് എടാ ബോബോയ് കണ്ണാപ്പി മാമൻ നിങ്ങൾക്ക് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞേ. ഹലോ ചെവിയൊക്കെ അവന്മാർക്ക്. റെസ്പോണ്ട് ചെയ്തിട്ടേ ആ ഇങ്ങോട്ട് വാ. ഇതില്ല നമ്മളെ വെറുതെ കൊണ്ടുപോയി പണിക്കാനുള്ള പരിപാടിയാണ്. എനിക്കറിയാലോ, ഇതൊക്കെ എനിക്കറിയാലോ. ആ പറയടാ, നിനക്കൊക്കെ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞേ. പിന്നെ ഇവൻ വിളിച്ചിട്ട് ബോബ വിളിച്ചിട്ട് പേരെടുക്കാൻ പോലെ അർജന്റ് ആണെന്ന് പറഞ്ഞ്. അങ്ങനെയാണെന്നല്ലേ കാര്യങ്ങള്. എടാ പക്ഷെ ഉണ്ടല്ലോ ഞാന് ജോക്കി അങ്ങനെ ഒരു പ്രാങ്ക് ചെയ്യാൻ പോലും അത്രയും കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ട്. എടാ നീയൊക്കെ ഒരു അർജന്റ് കാര്യം എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പോലും ഞാൻ അതിന്റെ ഇടയ്ക്കൂടെ വരാൻ കാണിച്ച മനസ്സില്ലടാ. അത് BGM ഇട്ട് ഇറക്കിയേ പറ്റുള്ളത്. ഇതാരടാ ഈ മീശ വെച്ച് സ്നൈപ്പാണിത്? എന്താടാ സ്നൈപ്പ് ചെയ്തിട്ട്? ആ പറ ജോക്കി എന്ത് പറഞ്ഞേ? അല്ല ഞാൻ 100 വട്ടം ഇവന്മാരുടെ പറഞ്ഞേ നീ പെണ്ണിന്റെ പുറകെയൊന്നും പോകത്തില്ല, അങ്ങനല്ല. എടാ കണ്ണാപ്പി ബോബ് നിന്നെയൊക്കെ കാണാൻ വേണ്ടിട്ട് കുറെ നാളായില്ലേ. എടാ ബ്രഹ്മചാരി പുണ്ട എന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് പറയും നിന്നെ കാണുമ്പോഴേ എനിക്ക് ദേഷ്യം പറഞ്ഞേട്ടാ. ഇങ്ങോട്ട് പറഞ്ഞേ മോനെ. ഇതെങ്ങനെ ഇതൊരു മിനിറ്റ് എണീറ്റ് വരാനാന്നോ? ഞാൻ എണീക്കാം. പറയാം ഞാൻ ഇത് നിന്നെ എങ്ങനെ ഒരു ചടങ്ങാണ്. ഗ്യാങ്ങിന് ഒരു ഉപയോഗവും ഇല്ല. 4-5 വർഷം അതിനകത്ത് കേറി നിൽക്കുക, കോട്ട് ഇടുക, വെള്ള ടീഷർട്ട് ഇടുക, വരിക, പോവുക. വല്ലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് സീസണലായിട്ടൊരു പ്രേമം. അത് കഴിഞ്ഞ് ബ്രേക്കപ്പ് കഴിഞ്ഞിട്ട് ഒരു 10 ദിവസം പിന്നെ ബ്രേക്ക്. കംബാക്കിന്റെ രാജാവ്. നമ്മളെ ബുദ്ധിമുട്ടിക്കരുത്, നമ്മൾ എന്തെങ്കിലും ചെയ്തോട്ടെ.
ഗ്യാങ്ങിന് ഉപകാരം ചെയ്യുന്നവരെ കൂടെ ബുദ്ധിമുട്ടിക്കരുത്. ആ ചെറുക്കനാണ് പെണ്ണിനെ കുറിച്ച് മനസ്സിൽ പോലും ഒരു ചിന്തയില്ല. നിന്നെ കാണുമ്പോഴാണ് ഈ ചിന്തകൾ മൊത്തം. നിന്നെ കാണുമ്പോ കണ്ണാപ്പി കേക്കോ 4.5 വർഷമായിട്ട് ഒടുക്ക കമ്പാക്ക് അടിച്ച ഒരാളാണ് ഈ ഡയലോഗ് അടിക്കണേ. ഞാൻ ഒറ്റ അത് പോട്ടെ. 4.5 വർഷമായിട്ട് ഇന്ന് വരും നാളെ വരുമെന്ന് പറഞ്ഞിരുന്ന മനുഷ്യ. നിനക്ക് ഈ ഇടയായിട്ട് ഭയങ്കര ഇതാണല്ലോ നിനക്ക്. എന്താ ജോക്കി ഒന്നുമില്ല, പിന്നെ സംസാരിക്കാതെ കാര്യം പറയട്ടെ. നമുക്ക് എന്തെങ്കിലും ഒരു ഇവന്റ് നടത്തണ്ടേ ജോക്കി? ഞാൻ അതുകൂടെ പറയാം, അതുകൂടെ എന്ത് പറയാം ജോക്കി. നമ്മളൊരു ഇവന്റ് നടത്താൻ പോവാണ്. സെക്കൻഡ് ഒരു കോള് വന്നു. ഹലോ, ബിസിനസ് ആയിരിക്കും. ദർശനം ചോദിക്കണേ നിക്കണോ? പൊക്കോളം പറ, ഇവിടെ പ്രശ്നം. എന്താടാ? അല്ല, എനിക്ക് വരുന്ന പേഴ്സണൽ കോൾസ് എല്ലാം നിനക്ക് സ്പീക്കർ ഇട്ട് നിന്നെ കേൾപ്പിക്കാൻ നീ ആരാടാ? ഓക്കെ ജോക്കി, നമ്മുടെ ഒരു ഇവന്റ്, നമ്മളൊരു പുറലോകത്തൊരു ഇവന്റ് നടത്താൻ പോണേ ജോക്കി. ഇവന്റ് എന്ന് പറഞ്ഞാൽ PUBG PC നമ്മുടെ എക്സലാൻഡിസിലുള്ള ഈച്ച് ആൻഡ് എവറി ഗ്യാങ്ങിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന എക്സലാൻഡിസ് ആയിട്ടൊരു കൊളാബ്. അകത്ത് നമുക്ക് അല്ലാതെ ഒരെണ്ണം ചെയ്യാം, അത് രായൻ സെറ്റ് ആക്കുന്നുണ്ട്. നമ്മള് എല്ലാരും PUBG PC എല്ലാരും എല്ലാ ഗാങ്സിൽ നിന്നും മാക്സിമം ഒരു 1 അല്ലെങ്കിൽ 2 ടീം എന്നുള്ള രീതിയിൽ നമുക്കൊരു കിടിലൻ പരിപാടി നടത്തണം. ഇല്ല കളിക്കാൻ അറിയാവുന്ന ആൾക്കാരെ മാത്രം, നല്ല ബെസ്റ്റ് ഓഫ് ദ ടീം. അപ്പൊ അതിന്റെ പോസ്റ്റർ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നാളെ അല്ലെ മറ്റന്നാളെ നമുക്ക് സിറ്റിയിൽ എല്ലാവർക്കും കൊടുക്കാം. വേല മതിയായിരുന്നു. വേല നടത്താനുണ്ടല്ലോടാ, ഒത്തിരി സമയം വേണം. വേല നടത്താൻ ഒറ്റ ടൈം 2 പേരുടെ പറ്റുള്ളൂ. പക്ഷെ PUBG PC ആണെങ്കിൽ നമുക്ക് ഒരേ സമയം 18 ടീമിന്റെ സ്പെക്ക് ചെയ്യാം. മനസ്സിലായ? 18 ടീമിന്റെ മാച്ച് ഒറ്റ അടിക്കാൻ കഴിയും. നമുക്കൊരു മാക്സിമം പോയ ഒരു ദിവസം ഒരു 3 മാച്ച് എന്നുള്ള രീതിയിൽ ഒരു പോയിന്റ് 2 ദിവസം കൊണ്ട് ടൂർണമെന്റ് തീർക്കാം. ഒരുപാട് നീണ്ടുപോകില്ല. വാലോ ഇങ്ങനെ സ്പെക്ക് ചെയ്ത് നീണ്ടുപോകും. അത് കഴിയുമ്പോൾ സിറ്റിയിൽ ഒരു ഇവന്റ് കൂടെ നടത്തണം നമുക്ക്. മനസ്സിലായോ? സിറ്റിയിൽ നല്ലൊരു ഇവന്റ് നടത്തണം, ഒരു PvP ഇവന്റ്. സോളോ അല്ല. ഇവനോട് പോയടാ, പോയോ? ഞാൻ ഇവിടെ സംസാരിക്കായിരുന്നു. എന്തോ കേട്ടില്ല. 10 lakhs നിന്റെ കൊടുക്കണ്ടോ? 10 ലക്ഷം രൂപ? അപ്പൊ പിന്നെ അത്രയും വലിയ ഡയലോഗ് അടിക്കല്ലോ. എന്നാലും ഞാനൊരു നല്ല ഫിഗർ കൊടുത്തോളാം എന്റെ സൈഡിൽ നിന്ന്. നിന്നെയൊക്കെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് ഞാൻ ടൂർണമെന്റ് ആകുമ്പോ അനൗൺസ് ചെയ്തോളാം. മനസ്സിലായ? ടീം കാണോടാ? ജോക്കി എവിടെയാണ് ലിവിംഗ് എന്ന്? അതെ ഞങ്ങള് വെളി തീരുമാനിച്ചോളാം. നിനക്ക് അല്ലാതെ വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ. ഉദ്ദേശിച്ചതേ ഇവിടെ പുറത്തല്ല, അകത്ത് നമുക്ക് ഒരു സാധനം. ഐ ആം സോറി. എന്തിനാ സോറി? യു ഓൾസോ ഹാപ്പി ആയിട്ട് ബിസിനസിനെ തിരക്കാനോടാ കുട്ടാ. ജോഗി, എനിക്കിതെല്ലാം കൂടെ ഒറ്റയ്ക്ക് പറ്റണല്ലോ ജോഗി. സത്യം പറഞ്ഞ നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഏറ്റെടുക്ക്. ഇത് 24 മണിക്കൂർ ഞാൻ അത് ചെയ്യണം ഇത് ചെയ്യണം. ജോഗിക്ക് വൈകുന്നേരം ആവുമ്പോ ഒരു കട്ടൻ ചായ എടുത്ത് മറ്റേ KVL അപ്പാപ്പനെ വിളിച്ച് കടത്തിരുത്ത് നമുക്ക് അകത്തെ വാസു, നമുക്ക് അകത്തൊരു സാധനം. അത് ജോക്കി പറ. ജോക്കിക്ക് ഒരു വിഷമമുണ്ടാ. ജോക്കി കുറച്ച് നാളായിട്ട് പറയാണ്, ജോക്കിക്ക് വന്നപ്പോ തൊട്ട് പറയാണ്, നമ്മൾ പണ്ട് ഫാഷൻ ഷോയും മറ്റേ ഇതുമൊക്കെ ചെയ്തതുപോലെ ഗ്യാങ് എല്ലാം കൂടെ ഇൻവോൾവ് ആയിട്ട് ഒരു RP നമ്മള്
ചെയ്തിട്ട് കുറെ നാളായി. അതെ സത്യമാണ്. നമുക്ക് അങ്ങനത്തെ ഒരു സാധനം ചെയ്യണം ജോക്കിക്ക് കുറെ നാളത്തെ ഒരു ആഗ്രഹം, കുറച്ച് ദിവസമായിട്ട് ഒരു ആഗ്രഹം ജോക്കിക്ക്. അങ്ങനത്തെ ഒരു സാധനത്തിന് ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻ ഉണ്ടോ? ഇവർക്ക് കലാപരമായിട്ടൊരു കഴിവൊന്നും ഇല്ലല്ലേ നിങ്ങൾക്ക്? അതെ അതെ അതെ, കലാപരമായിട്ട് ആർക്കൊരു കഴിവില്ല. നമ്മുടെ എല്ലാവരും ഡ്രസ് നോക്കിയാ മനസ്സിലാവണ്ട. എടാ ആരെങ്കിലും സമയം കിട്ടുമ്പോ മറ്റേ കോഴിക്കച്ചവടക്കാരനെ ടിവിയുടെ അവാർഡ്സ് എന്ന് പറഞ്ഞിട്ട് എന്റെ ഒരു 10,000 രൂപ മേടിച്ചിട്ട് പോയത് എന്തൊക്കെയോ ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞേട്ടാ. അതൊക്കെ കൊണ്ടുപോയി പുള്ളിയുടെ ഒരു വിവരമില്ല. അത് ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിക്കണേ. ജോക്കി അതിന്റെ ഇൻട്രോയും ജോക്കി അതിന്റെ സെറ്റപ്പും ഒക്കെ ഒന്ന് കാണണമായിരുന്നു. ജോക്കി എത്ര രൂപയ്ക്ക് മേടിച്ചാന്നറിയോ അത്? അവൻ ആ കോഴിയുടെ പുറകെ പോയി നമ്മള് മൂഞ്ചി. നമുക്ക് അതങ്ങ് പ്രൊസീഡ് ചെയ്തല്ലോ TV അവാർഡ്സ്. പക്ഷെ ഇപ്പൊ വേണ്ട, ഇപ്പൊ വേണ്ട. ഇപ്പൊ പേഴ്സണൽ കഴിഞ്ഞിട്ട് മതി. ഇപ്പൊ കുറെ പുതിയ മെമ്പേഴ്സ് എല്ലാരും ഉള്ളത് കൊണ്ട് ഇപ്പൊ വേണ്ട. ജോക്കി ഫാഷൻ ഷോ വേണം 2.0 വെക്കാം. പൂരം പെൻഡിങ് ആണ്. പൂരം ബ്രോ നമ്മളെ പറയാം, പൂരത്തിന് കുറെ റിസ്ക് എലമെന്റ് ഉണ്ട്. അതാ പ്രശ്നം. അത് പക്ഷെ ഭയങ്കര ഇതാണ് മനസ്സിലായിരുന്ന. അതൊരു സിഐഡി മൂസ പോലെയാണ് അത്. എന്താ അതെന്താ CID മൂസ പോലെ? മനസ്സിലായോ? അത് ഭയങ്കര അങ്ങനെ ഉദ്ദേശിച്ചത് മനസ്സിലായോ? ഓറെ നിക്കുന്ന സാധനം വീണ്ടും ഒന്ന് കളയണ്ടാന്ന്. അങ്ങനെ കളയേണ്ടതല്ല, നമുക്ക് ചെയ്യാം, വീണ്ടും ചെയ്യാന്ന്. ഓ ഓക്കെ, അങ്ങനെ 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 അങ്ങനെ. അപ്പൊ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറ. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇരുന്ന് സംസാരിച്ച് ഇതാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒക്കെ സെറ്റപ്പുകൾ ഉണ്ടെങ്കിൽ നമുക്ക് പറ. സ്റ്റാൻഡപ്പ് കോമഡി ഫൈറ്റ് ക്ലബ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നുണ്ട്. വെയിറ്റ് ആകും. ഫുഡൊക്കെ സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറഞ്ഞ സാധനം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ ഇങ്ങോട്ട് നിന്നിട്ട് നമ്മളെ ഒരു മിനിറ്റ് ചിരിപ്പിച്ചേ. എനിക്ക് ചിരിപ്പിക്കാൻ അറിഞ്ഞൂടാ. എടാ എന്തേ പറയുമ്പോ അതാ പിന്നെ മോബി ചെയ്യടാ. എന്തുവാടാ നമ്മുടെ ഗ്യാങ് ഇത് ഇങ്ങനെ? ഞാൻ കണ്ണാപ്പി പോവുകയും കൂടെ ഒരു സാധനം കാണിക്കും. ഇലക്ഷൻ ഇലക്ഷൻ ചെയ്യാൻ പറ്റൂടാ നമുക്ക്. ഇലക്ഷൻ ഇവിടെ സിറ്റിയില് നമ്മളിപ്പോ വോട്ട് ചെയ്യാനാണെങ്കിൽ തന്നെ എന്ത് ഇത് വെക്കും? അല്ലല്ല, ഇവിടെ കൊറേ സജഷൻസ് പറയണ ജോക്കി. ഞാൻ അതെല്ലാം ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്നത്. ഇലക്ഷൻ പറയണം. ഇലക്ഷൻ നടത്തി നമ്മൾ എങ്ങനെ നടത്തും ഇലക്ഷൻ ജോക്കി? അതെ അതെ അതെ, അതാ പറഞ്ഞേ. പിന്നെ പാർട്ടിക്കാർ വീട്ടിൽ കയറി വെട്ടും. കാര്യം പറയട്ടെ, നമുക്ക് നമുക്ക് ഒരു ക്രിക്കറ്റ് കൊണ്ട് വെക്കണം. പുറത്ത് ക്രിക്കറ്റ് മാച്ചാ ജോക്കി? ഒരെണ്ണം വെച്ച് ജോക്കി ഡക്കിന് പോണ വീഡിയോ എത്ര വർഷം ഓടിയെന്ന് അറിയാം. ഇപ്പഴും ആൾക്കാർ 28 റൺ അടിച്ചില്ല. ടീമിന് മൊത്തം 26 റണ്ണേ ഉള്ളായിരുന്നു നമ്മുടെ ടീമിൽ. നമ്മളൊരു ടീമിലല്ലേ കളിച്ചത്. 28 റൺ അടിച്ചത്, ആകെ 26 റൺ ജയിക്കാം. സ്റ്റാൻഡപ്പ് കോമഡി ഒരു മിനിറ്റ് എന്താ സ്റ്റാൻഡപ്പ് കോമഡി ആണോ? ഒരു മിനിറ്റ് ചിരിപ്പിക്കണം. സ്റ്റാൻഡപ്പ് കോമഡി നമ്മളെ ചിരിപ്പിക്കണം. മറ്റേ ജോക്കി നമ്മുടെ ലവനൊക്കെ വെക്കത്തില്ലേ ജോക്കി? എന്താ ഡ്രീമേഴ്സ് മറ്റേ ലവന്മാര് 1 മിനിറ്റ് സമയം കൊടുത്തിട്ട് ചിരിപ്പിക്കാൻ. ആ സാധനം വെച്ചാ അത് കൊള്ളാല്ലേ? അത് നൈസാ. ടൈമർ സ്റ്റാർട്ട് ചെയ്യണോ? ടൈമർ എടുക്കണോ? അതല്ലേ ക്രിസ്റ്റ്. ഇല്ല 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 നിർത്തി ഇത് പിന്നെ ഒരു ട്രെയിലാണ്.
ഇത് നമ്മുടെ ട്രയലാണ്. ഇവിടെ വേറെ വെറൈറ്റി സാധനങ്ങളുണ്ട്. ഐറ്റംസ് ഉണ്ട് അത് നമ്മള് മറ്റേ ഇറക്കാം. അത് എല്ലാം ഇതിനൊക്കെ ഇറക്കാൻ പറ്റില്ലല്ലോ അണ്ണാ. എല്ലാം ഇവിടെ പെർഫോം ചെയ്യാൻ ശരിയാവത്തില്ല. ഓ എന്നാലെടാ ഒരെണ്ണോടെ നമുക്ക് ചിരി വരുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സാധനം നിങ്ങളുടെ ഉണ്ടെന്ന് വിശ്വസിച്ചല്ല നമുക്കത് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയും പേരില്ലടാ, ആരും അനങ്ങടാ എന്തെങ്കിലും ഒരു എടാ മെസ്ബോയ് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവന്റ് നടത്തുന്ന സമയത്ത് നീ എല്ലാത്തിനും ഇവിടെ മാറിയിരിക്കണ എല്ലാത്തിനും ഞാൻ ഇറക്കി കളിപ്പിക്കും, ഒരു സംശയമില്ല. ഇവള് സൈൻ എങ്കിൽ ഞാൻ എവിടെയെങ്കിലും വെച്ച് കണ്ടാലും ഞാൻ വന്ന് ശല്യപ്പെടുത്തില്ല. സീരിയല് മാറി ഞാൻ മെഗാ സീരിയലിലോട്ട് വന്ന് കേറിയത് കേട്ടാ. താങ്ക് യു വെച്ചാലോ. പോരട്ടെ നമ്മുടെ ചെറുക്കനെ കണ്ടോടാ. നിങ്ങൾ ആരെയും കാണുന്നുണ്ടോ? കൊണ്ട് പറ്റും. മുന്നേ ഹലോ ഹലോ കൂട്ടം കൂടി സംസാരിക്കണ്ട, ഫോൺ നോക്കുന്നത് ശരിയല്ലേ? എന്താ കേട്ടില്ല. ബിസിനസ് ആയിരിക്കും. അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, നീ രാവിലെ എണ്ണീറ്റ് 12 മണിക്ക് എണ്ണീറ്റ് വന്ന് ഇവിടെ നമ്മുടെ ഡൈനിങ് ടേബിളിൽ വന്നിരിക്കുമ്പോ മൃഷ്ടാംഗം ചിക്കനും മട്ടനും കറിയെല്ലാം ഡെയിലി തരുന്നില്ലേ? അതെങ്ങനെയാണെന്ന് വല്ലതും അറിയാവോ? വൈകുന്നേരം 7 മണിയാകുമ്പോ പെണ്ണ് പിടിക്കാൻ പോകാറില്ലേ? അപ്പൊ വണ്ടിക്കകത്ത് ഫ്യൂൽ അടിച്ച് അവിടെ എടുത്തോണ്ട് പോകാറില്ലേ? അതെങ്ങനെയാണെന്ന് അറിയാവോ? നീ ഭയങ്കര ട്രെൻഡി ആയി കേട്ടോ, ബാഗി ജീൻസ് ഒക്കെ. അപ്പൊ ഇതെല്ലാം ഞാൻ ഈ പണിയെടുക്കുന്നതിന് ഞാൻ ഇവിടെ കഷ്ടപ്പെടുന്നതിനാണ് ഈ ഇതല്ല. അപ്പൊ അതിന്റെ ഫോൺ മാറ്റി വെക്കാൻ പറഞ്ഞാല് നാളെ തൊട്ട് കഞ്ഞിയും പയറും കുടിക്കേണ്ടി വരും, മട്ടനും ചിക്കനും പയറും. പറഞ്ഞു നോക്കി, നീ ഭയങ്കര ട്രെൻഡി ആയില്ലേ ബാഗി ജീൻസ് ഒക്കെ? ജോക്കി ഇത് ഒരു 8 ദിവസം മുമ്പേ ജോക്കി എടുത്ത് പറഞ്ഞു. പണ്ടാണ് പെൻസിൽ ഫിറ്റ് കിട്ടാണെന്ന്. ഓ മറ്റേ ബലൂൺ ഫിറ്റ് കിട്ടാനാണ്. പെൻസിൽ ഫിറ്റ് ബലൂൺ ഫിറ്റ് ഒരു കുറിയൊക്കെ ഉണ്ടായിരുന്നു. എടാ വെള്ളം ഉണ്ടോടാ? മദ്യം വേണ്ട, സാറിന് കുടിക്കുന്ന വെള്ളം ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. കിട്ടിയില്ല കോക്കുണ്ട്. എന്താ പ്രിപ്പയർ ചെയ്യാൻ പോയാണോ? പ്രിപ്പയർ ചെയ്യാൻ പോയതാണോ? ആണോ? ചിരിക്കല്ലേ നമ്മുടെ കണ്ണാപ്പി, നമ്മുടെ അവിടെ ചിരിച്ചിട്ട് ചിരിക്കല്ലേ, കൂടിക്കോളണേ. ഈ വെള്ളം കുടിച്ചാ കേറൂല്ലേടാ ഇത്? ഏത് എടാ ഇവിടെ ഭയങ്കര ഇല്ല അത് കേറും. 3 കുടിച്ച് ഇത് തന്നെ ജങ്ക് എനർജി. ഇത് 4 കുടിച്ചിട്ട് കേറിയില്ല ഇതുവരെ. 4 കുടിച്ചു ഞാൻ. കാപ്പിച്ചീനോ കുടിക്കണം. ഇത് കണ്ടോ? ഈ PL-ആണോ? എന്തൊക്കെയോ ഇട്ട് വരുന്ന കേട്ടാ. You can't open inventory right now. സൈഡ് ബാക്കി 50 വട്ടം അടിച്ചിട്ടാണ്. അത് ഓൾറെഡി ഫുൾ ആയി കേട്ടാ. പിടിച്ചു പോയത് കണ്ടോ? പറയടാ. അണ്ണു ഇതൊക്കെ ഫോണായിട്ട് പിടിച്ചു പോയത് കണ്ടോ? മറിഞ്ഞിട്ടോ ആള്. ഞാൻ കത്തിയെന്ന് തോന്നട്ടാ. ഞാൻ കത്തി. 25 PL. ഇപ്പൊ കുടിച്ചത്. എടാ ഞാൻ കത്തില്ലോ. എടാ നമുക്കൊരു ചലഞ്ച് വെച്ചാലോ ഇപ്പം? പറ. മണ്ടൻ ആദ്യം കത്തുന്ന മണ്ടൻ. നീ സ്ഥിരം ഇതല്ലല്ലോ അളിയാ പറയണ. സ്ഥിരം പറയരുത്, വേറൊരു വാർത്തയാച്ചേ. എന്താ പറഞ്ഞേ? ആദ്യം കത്തുന്ന മണ്ടൻ. ജോക്കി കത്തിയിട്ട് ഡിസ്കോഡ് ഇരിക്കുന്ന ആരും ചെല്ലണേ. 41 PL. ഓണം പിടിച്ചു പോയ മനുഷ്യൻ 45 ഗൈസ്. ഞാൻ കത്തുവോ ആദ്യം? എന്റെ SRK പണ്ട് എന്റെ ആരും
ഞാൻ കത്തില്ല ഞാൻ കത്തില്ല ഞാൻ കത്തില്ല അടുത്ത കത്തുന്നവരാണ് തീരുമാനം. എന്തോ പറയാൻ പറഞ്ഞിട്ട് അടുത്ത കത്തുന്നത് തിരുവരെ കേട്ട് വേറെ ഒന്നും ഞാൻ കേട്ടില്ല. എന്തോ പറഞ്ഞത് എനിക്ക് ഒരു പിടുത്തവും കിട്ടിയില്ല ഏട്ടാ. തിരുവട്ടനാണോ പറഞ്ഞേ? കുറച്ച് കഴിഞ്ഞിട്ട് പോവാ VC-യിൽ. ഐഡിയ ഉണ്ട്, വെയിറ്റ് ചെയ്യും. ഫുള്ള് റോക്ക് സൂട്ടിലാണല്ലോ. ഒരു വണ്ടി അല്ലെങ്കിൽ ഇത് സ്ട്രീം ചെയ്തെങ്കിലും കാണിക്കായിരുന്നു കേട്ടാ. കഷ്ടപ്പെട്ട സ്ട്രീം നമ്മള് കണ്ട് എടാ നിങ്ങളെല്ലാരും കത്തിയോ? നിങ്ങളെല്ലാം കത്തിയോ? കണ്ട് അണ്ണാ നമ്മൾ ലൈവ് തിരുവരെ കേട്ടല്ലോ. അത് എല്ലാരും ഒരുമിച്ചല്ലേ കത്തിപ്പോയത്? എല്ലാരും പോയി എന്നാ എടാ ഇത് കേറാൻ പറ്റത്തില്ലടാ, മൊത്തം കത്തി കത്തി പോവാ. മെയിൻ്റെനൻസ് പോയാ? സെർവർ മെയിൻ്റെനൻസ് എടാ ഞാൻ ഇനി സെർവറിനെ പറ്റി ഇതിനകത്ത് ഇനി നല്ലത് പറയൂലേ. ഇനി സെർവറിനെ പറ്റി നല്ലത് പറയൂലേ ഗൈസ്. പറഞ്ഞതിന്റെ അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഈ അവസ്ഥ. ഭയങ്കര ഇതായിട്ടുണ്ടല്ലേ കുപ്പിയുടെ ആയിട്ട് അടിക്കുന്ന എന്ത് പ്രശ്നം എന്ത് ഇത് ഒരാഴ്ചയായിട്ട് ഇത് ഹോസ്റ്റ് സൈഡ് സെർവറിന് സീനാണ്. എന്ത് ചെയ്യാനാ അവസ്ഥ. ഇതിപ്പോ ഹോസ്റ്റ് മാറ്റാതെ എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഹോസ്റ്റ് മാറ്റണോ? എന്താ പ്രശ്നം? എന്താ ഇതിന്റെ ഒരു പിടുത്തം